Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വേണ്ട ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് അല്ല, മോർണിംഗ് റുട്ടീനാണ്. രാവിലത്തെ എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല കയ്പ് ഇതെന്താ വെള്ളം അഴുക്കല്ല കേട്ടോ, ഇത് ഉലുവ വെള്ളമാണ്. ഞാൻ തലേ ദിവസം ഉലുവ ഇതെടുത്തിട്ട് കുതിർത്ത് ഫ്രിഡ്ജിൽ വെക്കും. ആ വെള്ളം എടുത്തിട്ട് ആ ഉലുവ എടുത്തിട്ട് പിറ്റേന്ന് തിളപ്പിച്ചൊരു മൂന്നാലഞ്ച് വട്ടം തിളപ്പിച്ച് കുടിക്കും. പിന്നെ ഇന്നലെ രാത്രി എടുത്ത് വെച്ച വെള്ളമാണ്, ബാലൻസ് ഉണ്ടാവും, അത് പിന്നെയും കുടിക്കും. ഈ ഉലുവ കഴിക്കുകയും ചെയ്യും കേട്ടോ. പാലുണ്ടാവാൻ വേണ്ടിയിട്ട് ഉലുവ ബെസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കുറച്ച് പ്രഗ്നൻ്റ് ലേഡീസ് കാണുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന രീതികൾ കാണിച്ചു പോവുകയാണ്. സോ ആർക്കെങ്കിലുമൊക്കെ പെടാതിരിക്കില്ല. ഒരാൾ ഇതാ കിടന്ന് തുടങ്ങുന്നു, ഒരാൾ ഇതാ ഉറങ്ങുന്നു. ഇപ്പം ഈ ശാന്തതയൊന്നും കാര്യമാക്കണ്ട. രാത്രി എന്നെ ഉറക്കാറില്ല രണ്ടും. കാശി മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി ബേബി പാൽ കുടിക്കും, ബോട്ടിൽ ഫീഡിങ് ആയിരുന്നു. സോ ആ പാൽ കുടിക്കുക, കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേനും എണീക്കത്തുള്ളൂ. ഇതിനിടയ്ക്ക് എണീറ്റാൽ ഞാൻ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കിടന്നുറങ്ങും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിട്ട് രാത്രി പാൽ കുടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം പാൽ കുടിക്കും, പിന്നെ പാൽ കുടിക്കും, ഇടയ്ക്ക് ഇപ്പോൾ പാൽ കുടിക്കുന്നുണ്ട്. കിട്ടിയ അവസരം അവൻ മുതലാക്കുകയാണ്. കുഞ്ഞാവയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ ഇല്ല ഏതാണ്ട് എനിക്ക് സത്യത്തിൽ നല്ല ഉറക്കം വരുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ 11 മണിയായപ്പോഴത്തേക്കും രണ്ടാളും ഉറങ്ങി. രാത്രി നേരത്തെ ആണെന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ ഇവിടെ ആകെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ബേബിക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്ന് കുഞ്ഞു ബേബി അത്യാവശ്യം ഉറങ്ങാറാകുമ്പോഴേക്കും കാശി ബേബി ബഹളം തുടങ്ങുന്നത്. കാശി ബേബിക്ക് അന്നേരം പാല് വേണം. കാശി ബേബിയുടെ കരച്ചിലേക്കുമ്പോഴത്തേന് കുഞ്ഞു ബേബി ആ ഉറങ്ങിക്കൊണ്ടിരുന്ന ഉറക്കം കുഞ്ഞു ബേബിയുടെ അങ്ങ് നിൽക്കും. പിന്നെ എങ്ങനെയൊക്കെ ആളെ കിടത്തി ഉറക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ ആൾക്ക് പാല് കൊടുത്ത് കുഞ്ഞ് കുറച്ച് ഉറങ്ങി ഒരു പകുതി ഉറക്കമൊക്കെ ആവുമ്പോഴത്തേന് ആളെണീക്കും. ആളെണീറ്റിട്ട് പിന്നെ കരച്ചിലേക്കുമ്പോഴത്തേന് ആളുടെ ഉറക്കം പോവും. ഇപ്പം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ക്ഷീണമില്ല, അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട് ചേച്ചി നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. പാടാണ്. എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് പേടി വരാറുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, അതിലോട്ടെങ്ങനെ പോയാലോ എന്നുള്ള പേടി ഇല്ലാതില്ല. പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഗോകുൽ വരും. ഗോകുൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അമ്മമ്മ പറയും പാല് കൊടുത്ത് ഉറക്കിയിട്ട് അവനിങ്ങി തന്നാൽ മതി, അമ്മമ്മ വെച്ച് കിടത്ത് ഉറക്കാം, പാൽ കുടിക്കാൻ കരയുമ്പോൾ കൊണ്ടുവരാമെന്ന്. പിന്നെ ഞാനങ്ങ് പോയാലും ഞാനിത് ശീലിക്കണം, അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അമ്മ വരെ കൊടുത്തു വിടില്ല. കുറച്ചാളത്തെ പാടല്ലേ ഉള്ളൂ. പിന്നെ രണ്ടാൾക്കും പാൽ പിന്നെ രണ്ടാൾക്കും പാല് കൊടുക്കുന്നുകൊണ്ടിട്ട് പാല് കുറയാണ്ടിരിക്കുകയും വേണം. ഞാൻ അതിനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ പരീക്ഷണങ്ങളിലാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ ബോഡിയുടെ കാര്യം ഞാൻ തന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കാറുള്ളത്. ബിക്കോസ് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ കമൻറ്റ് വരാറുണ്ട്. റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രസവരക്ഷ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. വീട്ടിൽ ചെയ്യണോ ഹോസ്പിറ്റലിൽ ചെയ്യണോ, ഏതാ വേണ്ടതെന്ന്. ഹോസ്പിറ്റലിൽ നിന്നാണ് 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാൻ വയ്യ.
അപ്പോൾ എന്തായാലും അതുവരെയുള്ള ബോഡി കെയർ ഞാൻ തന്നെ ചെയ്യണമല്ലോ. സോ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ രാവിലെയാണ് ഞാൻ അത് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് ആക്കാണ്ടിട്ട് വലിച്ചു നീട്ടാണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇതൊന്ന് എടുത്ത് പറയണമെന്ന് തോന്നി. എനിക്ക് നല്ല ഉറക്കം വരുന്നത്. ഇനി ഉച്ചയാകുമ്പോഴത്തേന് ഇവരെ രണ്ടുപേരും ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം കുറച്ച് നേരം ചിലപ്പോൾ കിടന്നുറങ്ങും, ചിലപ്പോൾ ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഇതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യും. ഞാൻ തന്നെയാണ് വീഡിയോ എടുപ്പും വീഡിയോ എഡിറ്റ് ചെയ്യലും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടിട്ട് അതിൻ്റേതായ പാടും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ശരി, ഞാൻ എണീക്കട്ടെ. ഇനി മുടിയൊന്ന് ഒതുക്കി കെട്ടണം, പല്ലൊക്കെ തേക്കണം, രാവിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. രാവിലെ ബ്രഷൊക്കെ ചെയ്ത് എനിക്ക് കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കാപ്പി ഇട്ട് വയ്ക്കും. അത് കുറച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. എന്തോ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ചേച്ചി? ഇഞ്ചി, ചുക്ക്, കുരുമുളക്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഉള്ളതാണ്. ഇതെന്തിനാ കഴിക്കുന്നതെന്ന് അറിയോ? വയറ് ശുദ്ധിയാ സംഭവം. മുറിവ് ഉണങ്ങാനും വയറൊക്കെ ശുദ്ധിയാവാനും ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ല എന്തിനാണ്. അപ്പോൾ റസ്ക് എന്തിനാ? റസ്ക് അതിൻ്റെ കൂടെ അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ തരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. സംഭവം ഇതാണ്, നമ്മൾ ഈ പ്രസവരക്ഷയ്ക്ക് പോകുമ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നും തരുന്നത് ഇതാ ചുക്ക്. അവിടെ ചുക്ക് കാപ്പിയാണെന്ന് തോന്നുന്നു. അല്ല, അത് കരിപ്പെട്ടി കാപ്പിയാണ്. കാശ്മീർ സമയത്ത് ഞാൻ ശാന്തിമഠത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർ ചുക്ക് കാപ്പി ഒരു ഗ്ലാസ് തരും. അപ്പോൾ ഒന്ന് കഴിക്കട്ടെ. ഇവിടെ ജാനിമോള് രാവിലെ എണീറ്റ്, കാശിയും കുഞ്ഞു ബേബി എണീറ്റിട്ടില്ല. അതുകൊണ്ടിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. ജാനി ഒരു ഹായ് പറയുമോ? എൻ്റെ ചേട്ടൻ്റെ മോളാ. ജാനി വിളിക്കുന്നു. ദോ അമ്മ വിളിക്കുന്നു. രാവിലെ ഇത് നല്ല ഫീലിംഗ് ആണ് കേട്ടോ. ഒരു 4 റസ്കും ഈ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി. ഇത് 450 ml ഗ്ലാസ്സാണ്. രാവിലെ തന്നെ കാശി ബേബി ഉറക്കം എണീറ്റ്. കാശി ബേബിയുടെ ചെറിയ കരച്ചിൽ കേട്ടതേ ഉള്ളൂ. കുഞ്ഞു ബേബി എണീറ്റ് ഇല്ല പൊന്ന. ഇനിയിപ്പോൾ കുഞ്ഞിനൊന്ന് ക്ലീൻ ചെയ്യണം, ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം, ഒന്ന് ഫീഡ് ചെയ്യണം. അതിനുശേഷം അമ്മാമ്മ ഏൽപ്പിക്കുക. പിന്നെ കാശി ബേബിക്ക് ഫുഡ് കൊടുത്തില്ല. കാശി ബേബി അമ്മാമ്മ ഇപ്പം എടുത്തുകൊണ്ട് പോയി. രണ്ടാളും ഏകദേശം ഒരേ ഏജ് ആയതുകൊണ്ടിട്ടേ അതനുസരിച്ചുള്ള പാടുണ്ട്. എന്തിപ്പാ ഇന്നാണോ ഇന്നിപ്പോ എനിക്ക് പിച്ചൊക്കെ തിന്നാൻ തോന്നുന്നു ചില സമയത്ത്. തക്കടക്കൂടല്ലേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഇനി വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആളെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വേണം എനിക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ രാവിലെ ഉറക്കണിക്കുമ്പോൾ അപ്പിയിട്ടിട്ടാണ് എണീക്കാറുള്ളത്. ഇന്ന് അപ്പിയിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഉണ്ട് അപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. എന്തോ അമ്മച്ച് പറയുന്നേ, ഞാൻ അപ്പിയൊക്കെ ഇട്ട്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞാളിനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കാണാം. സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ലതാ. കുഞ്ഞു ബേബീൻ്റെ പൊക്കിൾ കൂടി ഇന്നാണ് വീണത്. ഇന്നിപ്പോൾ 11 ദിവസമായി ബേബി വന്നിട്ട്. പക്ഷേ ഇപ്പോഴാണ് പൊക്കിൾ കൂടി വീഴുന്നത്. കാശിയുടെ സമയത്താണെന്നുണ്ടെങ്കിൽ 4-ൻ്റെ അന്ന് പൊക്കിൾ കൂടി വീണിട്ടുണ്ടായിരുന്നു. ബേബീൻ്റെത് 11-ൻ്റെ അന്നാണ് വീഴുന്നത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ പൊക്കിൾ കൂടി വീഴുന്നതെന്ന് നോക്കിയേ. അത് കഴിഞ്ഞിട്ടെല്ലാം കുളിപ്പിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ കുളിപ്പിക്കുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, മഴയൊക്കെ പെയ്തതിൻ്റെ. അതുകൊണ്ട് ഇന്ന് കുളിപ്പിക്കുന്നില്ല. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കുളിപ്പിക്കാം. ഇനിയിപ്പോൾ പൊക്കിൾ കൂടി വീണതിൻ്റെ ചെറിയൊരു അസ്വസ്ഥത കാണും. കാര്യം പഴുത്തിട്ടല്ലേ വീഴുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവും. എന്തിപ്പാ കാശി വരുന്നു. എന്താ വാവേ, എന്താ പറ്റി? പിത്തോ എവിടെ? എന്താ വരുന്നു നോക്കട്ടെ. രാവിലെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ്. ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ? അതൊരു ചടങ്ങ് തന്നെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ.
രാവിലെ അപ്പവും മുട്ടക്കറിയായിരുന്നു. മുട്ട ഞാൻ എടുത്തില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരപ്പവും ഉള്ളിക്കറിയുമായിട്ട് എടുത്തു. രാവിലെ നല്ല മഴയും നല്ല തണുപ്പും. ഇല്ലെങ്കിൽ അങ്ങ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ കുളിപ്പിക്കണോ? തണുപ്പല്ലേ, ആ ചൂടുവെള്ളം ഉണ്ടല്ലോ. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പൈപ്പ് തുറന്നിട്ടിട്ട് പൈപ്പ് തുറന്നിടുമ്പോൾ ഇച്ചിരി വായ തുറക്കും. അന്നേരം ഇച്ചിരി കൊടുക്കുക. അതാണ് അംഗം. എന്തൊക്കെ പൈറ്റിയാലും നടക്കുന്നുണ്ട്. പിന്നെ കാർട്ടൂൺ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കട്ടെ. കാർട്ടൂൺ അല്ല, ആന ഭയങ്കര ഇഷ്ടമാണ്. ആനയുടെ റീൽസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഇതിനിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് എനിക്ക്. കാശിൻ്റെയും കുഞ്ഞുബേബീൻ്റെ ഒക്കെ എൻ്റെ ബേബീൻ്റെ പൊക്കിൽ കൂടി അടങ്ങുന്നത്. കാശിൻ്റെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. വേദന ഉണ്ടാവും, പാവം. സൂക്ഷിച്ചു വെക്കണം. കാശിയുടെയും കുഞ്ഞുബേബീൻ്റെ ഒക്കെ ഡ്രസ്സ് കുറേ വാഷ് ചെയ്യാനുണ്ട്. അതൊക്കെ വാഷ് ചെയ്യണം. പിന്നെ വേറെന്താ പണി? വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്കത് വാഷ് ചെയ്യാനുള്ളൂ. മഴ ആയതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചേക്കാറ്. ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ട് ഇന്നലെ എടുത്ത് തിരിച്ചിട്ടത്. അതിന് മുകളിൽ സ്റ്റെയറിൻ്റെ കമ്പിയിലാണ് കൊണ്ടിട്ടത്. മഴ കാരണം ഇന്ന് ഇടാൻ പറ്റില്ലല്ലോ. ഇന്ന് പിള്ളേരുടേത് കഴുകാറുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയതിന് ശേഷം വേണം അതിനകത്തോട്ട് പോകാൻ. പിന്നെ തലയിൽ എണ്ണ വെക്കണം. തലയിൽ എണ്ണ വെക്കണം. കുഞ്ഞുങ്ങൾക്ക് വയ്യാറുണ്ട്. എല്ലാം ചെയ്യണം. രാവിലെ എന്നെ പോലെ പണികളും പരിപാടികളൊക്കെ ആയിട്ടാണ് എണീക്കുന്നത്. വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ആളില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. വീട്ടിലുണ്ട്. വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളും കാശീൻ്റെയും കുഞ്ഞുബേബീൻ്റെയും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. അവർ കുക്കിംഗ് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാവരും തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞങ്ങളുടെ കാര്യം കൂടെ ചെയ്താലും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. വരാം. ഇപ്പോൾ എത്ര മണിയായി? 10:15. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല. അതും കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക്. അപ്പം തലയിൽ എണ്ണയും വെച്ച് ഇന്നിപ്പം ഒരു ഹെയർ പാക്ക് ഇട്ടാലോ എന്ന ആലോചനയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തേച്ചിറക്കും. തലയിൽ എണ്ണ വെക്കുന്ന ദിവസം ഞാൻ എല്ലാ ദിവസവും എണ്ണ വെക്കില്ല. പക്ഷേ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മിക്ക ദിവസങ്ങളിൽ എണ്ണ വയ്ക്കാറുണ്ട്. കളഞ്ഞിട്ട് ഈ ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏതാസൂത്രൻ്റെ ആണ്. നല്ല എണ്ണയാണ്. ഞാൻ ഇതെൻ്റെ കൈക്ക് കിട്ടിയപ്പോൾ തൊട്ടിട്ട് എനിക്കും കാശി ബേബിക്കും യൂസ് ചെയ്യുന്നുണ്ട്. മുടി വളരുന്നതെന്ന് ആരോ ചോദിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ. മുടി വളരുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേ കണ്ടോ, ഇത് എൻ്റെ മുടിയാണ്, ഇതും എൻ്റെ മുടിയാണ്. സംഭവം പൊട്ടിപ്പോയതാ. ഇവിടെ വെച്ച് തിരിപോലെ പൊട്ടിപ്പോയേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഈ കളർ ചെയ്തിട്ടേക്കുന്നുണ്ടോ, കളർ ചെയ്തിട്ടേക്കുന്നത് കെമിക്കൽ കുറച്ച് കൂടിപ്പോയോണ്ടിട്ടായിരിക്കാം. എന്തായാലും അങ്ങനെ നല്ല അടിപൊളി അടാറ് പണിയാണ് എനിക്ക് കിട്ടിയത്. മുകളിൽ നിന്നേ ഇങ്ങനെ മൂടോടെ പൊട്ടി അരിച്ച് പകുതി വെച്ചിട്ടങ്ങ് സ്പ്ലിറ്റ് ആയങ്ങ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഹങ്കാരം അല്ലാണ്ട് എന്താണ്? ആവശ്യമുള്ള നല്ലൊരു മുടിയെ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്തവരോ. നമ്മൾ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ ലൈക്ക് നമ്മുടെ സ്മൂത്തനിങ്, കെരാട്ടിൻ, അതൊക്കെ ചെയ്താൽ പിന്നെയും വേണ്ടിയില്ല. പക്ഷേ ഈ കളർ ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ സ്മൂത്തനിങ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2018 തൊട്ടിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്ത് 2022 ഞാൻ ലാസ്റ്റ് കെരാട്ടിനും സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയറിൽ. പിന്നെ പ്രഗ്നൻസി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഈ കളർ ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. അത് മേ ബി നല്ലൊരിടത്താണ് ചെയ്തതെങ്കിൽ പ്രശ്നമൊന്നും വരില്ലായിരുന്നിരിക്കണം. എന്തായാലും എനിക്ക് അടാറ് പണി കിട്ടി. അതുകൊണ്ട് ഇനി മേലെ ഞാൻ കളർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കത്തില്ല. പക്ഷേ എനിക്ക് ഹെയറിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ബോട്ടോക്സോ സ്മൂത്തനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്.
കാര്യം ഒരുമാതിരി ചകിരി പോലെ ഹെയറിൻ്റെ ടെക്സ്ചർ ഒരുപാട് മാറി നിൽക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ. ഇതാ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഹെയർ ആണിത്. ഇവിടെ മേലെ പിന്നെ വളർന്നതാ. ഈ ഒരു എത്രയാ, ഒരു 3 വർഷം, 2022, 2023, 24, 25, ഈ 3 വർഷം കൊണ്ടിട്ട് ഇത്രയും വളർന്നത്. ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാ. മുടിക്ക് നീളമൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ വെക്കുന്ന കണക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പൊട്ടി പൊക്കോണ്ടിരിക്കുക. ഇപ്പം ഇല്ല കേട്ടോ. കഴിഞ്ഞ വർഷം വരുന്ന ഇത് മൊത്തം സ്പ്ലിറ്റായി നാശമായിട്ട്. എൻ്റെ പല്ലേ കുളിക്കണ്ടായോ? ഞാൻ ഫേസിൽ 40 തൈല ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് പാക്ക് ഇടത്തുള്ളൂ. ഈ സമയം കൊണ്ടിട്ട് ഞാൻ പോയി വരാം. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കുതിർത്ത് വെച്ചിട്ട് വരാം. എന്താ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കണം. കാശിനെ എന്താ കുളിക്കാം നമുക്ക്. കാശിനെ ഞാൻ എന്താ എണ്ണ തേപ്പിച്ച് നിർത്തി. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്നലെ ഇട്ടാ, ഗ്യാരണ്ടി ഉള്ളതാ, പോയില്ല. രാവിലെ എണീറ്റ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇടോ മേക്കപ്പ് ഇടോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് ഇന്നലെ ഇട്ട സാധനം ഇതുവരെ പോവാത്ത പോന്നില്ല. നീ കുളിക്കുമ്പോഴേ പോകത്തുള്ളൂ. എന്തിപ്പാ ഇവിടെ? അപ്പം ശരി, ഇനി ഞാൻ പോയി കുഞ്ഞിനെ ഒന്ന് സെറ്റ് ആക്കട്ടെ. കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് കൊണ്ടുപോയി കുതിർത്ത് വെച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് വരാം. കുഞ്ഞുങ്ങളെ വാശിയായിട്ട് ഇച്ചിരി അധികമുണ്ട്. കാര്യം മഴയായതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുക. ഞാൻ കുഞ്ഞുങ്ങളുടെ അങ്ങനെ വാഷിംഗ് മെഷീൻ ഇടാറില്ല. കുഞ്ഞുങ്ങളുടേതല്ല, കാശിയുടെ സമയത്ത് തൊട്ടിട്ട് ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സൊന്നും വാഷിംഗ് മെഷീൻ ഇടാറില്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞു ബേബീനെ വാഷ് ചെയ്തിട്ടുള്ള ക്ലോത്തുകളും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ട്. ഇന്നെങ്കിലും കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. കഴുകാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. ഞാൻ എൻ്റെ കയ്യിൽ മറ്റേ ലോണ്ടറി ലിക്വിഡ് ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോയിട്ട് മുക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും പിള്ളേരുടെ അല്ലേ, ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇത് കൊണ്ട് കുതിർത്ത് വെക്കിട്ടു. കാശി ബേബിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് കുഞ്ഞു ബേബിനെ ഞാൻ തുടച്ചെടുക്കാൻ ചെയ്തത്. പൂക്കളെന്ന് വീണുള്ളൂ, അതുകൊണ്ടിട്ട് കുളിപ്പിക്കില്ല. ഞാനല്ല കേട്ടോ കുളിപ്പിക്കുന്നത്, ഇവിടെ അമ്മാമ്മയാണ്, കാശിനെയൊക്കെ അമ്മാമ്മയാണ് കുളിപ്പിച്ചത്. സോ കുഞ്ഞു ബേബിനെ അമ്മാമ്മയാണ് കുളിപ്പിക്കുന്നത്. മോനെ കൈ നോക്കാൻ ഉടുപ്പിടുന്നത് ക്രീം ഇടുന്നത് ഒന്നും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല. വാ ടാറ്റയ്ക്ക് പോവാം, വാ മമ്മിയെ കുഞ്ഞു ബേബിനെ എടുക്കാൻ പോവാ. വാ, കാശ് വരുന്നില്ല? മമ്മിയോട് ടാറ്റയ്ക്ക് പോകാൻ വരുന്നില്ലേ? വേണ്ടാന്ന്. ഡ്രസ്സ് തുണി കുതിർത്ത് വെച്ചിട്ട് എനിക്ക് റൂമൊന്ന് അടിച്ചു വരണം. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല. ഇവിടെ രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട്. എന്താപ്പാ ഇവരെ രണ്ടുപേരെ അങ്ങ് സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്നെ ആരും നോക്കുന്നതിന് എനിക്ക് വിഷയമില്ല. കുഞ്ഞു ബേബിനെ അമ്മമ്മയുടെ ഏൽപ്പിച്ചതാ. കുറച്ചു നേരം പാൽ കൊടുത്തിട്ട് ഇപ്പൊ ആള് കരച്ചിൽ തുടങ്ങും പാൽ കുടിക്കാൻ വേണ്ടിട്ട്. അതിന് മുമ്പ് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിള്ളേരെ കൊണ്ടൊന്നും പറ്റില്ല. രാവിലെ ആകുമ്പോൾ എല്ലാം കൂടെ തുടങ്ങുന്നുണ്ടാവുക. തൂക്കാനുണ്ട്, ഇന്ന് തുടയ്ക്കാനുണ്ട്. ആ 11 മണിയായി. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. 8:30 എണീറ്റ് ഞാൻ 2 ഉണ്ണിയുണ്ട്.
കാശിക്ക് മുട്ട കൊടുത്ത് അതിൻ്റെ ബാലൻസ് വന്നതാണ്. അവൻ കരു കഴിക്കത്തില്ല. കുഞ്ഞു ബേബിനെ ജിത്തുവിനെ ജിത്തു എടുത്തിട്ടില്ല. ഒന്ന് മുട്ട എടുത്തോ? കാശിയുടെ മുട്ട ഞാൻ എടുത്തത്. ഫോൺ കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പോഴത്തേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരാൾ അംഗമായിരുന്നു. കരച്ചിലും ബഹളമൊക്കെ ആയി. കുഞ്ഞിന് പാല് കൊടുത്ത് കുഞ്ഞിനെ സെറ്റാക്കി. ഇപ്പം ഞങ്ങൾ ഉറങ്ങി. അയ്യോ ഞാൻ ഞാൻ തുണി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല മഴ, അതുകൊണ്ടിട്ട് കഴിവുന്ന കാര്യം ടാസ്ക്കാണ്. റൂമൊന്ന് തുടയ്ക്കണം ഇനി. ഇതിനിടയ്ക്ക് എനിക്കൊന്ന് അക്ഷയയിൽ പോകണം. കുഞ്ഞു ബേബീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് പോകണം. അത് എപ്പോഴാണ് പോകേണ്ടത് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. നല്ല തണുപ്പുണ്ട്. കുഞ്ഞാവി ചാച്ചിക്കോ. കാശി അവിടെ കരച്ചിൽ നടക്കുന്നു. അയ്യോ ഇപ്പോൾ 11:30 2 പേരുടെ അംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് കണക്കാണ് ഒരു സമയമാവും. കുളിക്കാനായിട്ട് ഞാൻ ഇന്നലെ വെയിലുവെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ റൂമൊന്ന് തുടയ്ക്കണം. ഞാൻ ആ ഫേസ് പാക്ക് ഇടണം. പിന്നെ ഫേസ് പാക്ക് ഇടണം. റൂം തുടയ്ക്കണം. തുണി കഴുകാൻ കുതിർത്ത് വെച്ചത് മഴ പെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കഴുകുന്നതിൻ്റെ കാര്യം ടാസ്ക് ആയിരിക്കും. പിന്നെ വേറെ പിന്നെ ഞാൻ ധന്വന്തര തൈലം ഇടും കേട്ടോ. ഡെയിലി ഇടില്ല, ഒരു ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിടും. തന്നെയാണ് ഇടാറുള്ളത്. കാര്യം ഞാൻ പ്രസവരക്ഷയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൈലവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇടും. പിന്നെ ഞാനിത് കണക്ക് ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടിട്ട് എൻ്റെ ശരീരം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മാത്രം കടമയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടിട്ട് ഞാൻ അത്യാവശ്യം കെയർ ചെയ്യാറുണ്ട്. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, എൻ്റെ ബോഡിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. ഫുഡായാലും എല്ലാം. ഞാൻ ആരെയും നോക്കി നിൽക്കില്ല, എന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല. ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം തന്നെയാണ് നല്ലത്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് സന്തോഷം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഇന്നത് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടി. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. സോ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം ഓവറായിട്ട് തോന്നാം, അഹങ്കാരമായിട്ട് തോന്നാം. പക്ഷേ എൻ്റെ സിറ്റുവേഷൻസ് എനിക്ക് മാത്രം അറിയുന്നതാണല്ലോ. ആശാൻ ഉറങ്ങുന്നില്ല. ആശാനൊന്ന് ഉറങ്ങിയെങ്കിൽ എനിക്ക് പോയി എൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്ത് ഒന്ന് സെറ്റ് ആവാമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് അക്ഷയയിലൊന്ന് പോകണം. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് പോകാം. മഴയൊന്ന് തോന്നിട്ട് പോവാം. മാരേജ് സർട്ടിഫിക്കറ്റ്, എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. കാശിയുടെ പാസ്പോർട്ട് എടുത്ത ടൈമിൽ. കുഞ്ഞു ബേബിയുടെ പാസ്പോർട്ട് എടുക്കുമ്പം മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും പ്രിൻ്റ് എടുക്കേണ്ടി വരും. ഒറിജിനൽ തന്നെ കൊണ്ടുപോവുകയും വേണം. കാശിനെ എടുക്കാൻ വിളിക്കുന്നുണ്ട്. അയ്യോ, ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശിനെയും കൂടെ കിടത്തി അങ്ങ് ഉറക്കും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് നേരം സമാധാനം ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ടൈം കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രാരാബ്ദങ്ങളും പാരാദൂരങ്ങളും ഒക്കെ പറയുന്നത് വിചാരിക്കണം. ഞാനിങ്ങനെ കാഷ്വലി പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇത്ര ബോൾഡായിട്ട് നിന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലുള്ള എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എനിക്കത് ഭയങ്കര എനിക്ക് ഒരു ഭയങ്കര പാടായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട ഒരു സ്റ്റേജ് ഉണ്ട്. അത് വന്നുകൂടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ എന്തിനകത്തെങ്കിലും എൻഗേജ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരില്ല. എനിക്ക് കാശിൻ്റെ ടൈമിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ഗോകുൽ നാട്ടിലില്ല. ഗോകുലില്ലാത്തതിൻ്റെ ആയിരുന്നു എനിക്ക് മെയിൻ പ്രശ്നം. അങ്ങനെ ഞാൻ വിളിച്ച് വരുത്തിയാണ് കേട്ടോ. 4 മാസം ഉള്ളപ്പോൾ, കാശിക്ക് 4 മാസം ഉള്ളപ്പോൾ
ചിലർക്കൊക്കെ പ്രഗ്നൻസി ടൈം തൊട്ടിട്ട് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് വരാറുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് റിക്കവർ ചെയ്തത് എന്നുള്ള, ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എങ്ങനെയാണ് റിക്കവർ ചെയ്തത് എന്നുള്ള വീഡിയോ വേണമെങ്കിൽ ചെയ്തു തരാം. ഉപകാരപ്പെടും. കാര്യം കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നത്, അത് കണ്ണിങ്ങിലിരുന്ന് മയങ്ങുന്നത്. കുഞ്ഞു ബേബീനെ ഉറക്കി കാശി ബേബി ഇതിനിടയ്ക്ക് അപ്പിയിട്ട് രാവിലെ തൊട്ട് തുടങ്ങിയതാ. വയറ്റിന് എന്തെങ്കിലും സുഖമില്ലേ എന്തോ. TV വെച്ചേക്കുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ പാടാണ് കേട്ടോ. മഴയുടെ ഇത് കടൽക്ഷോഭവും മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ. മഞ്ഞൾപ്പാൽ നല്ലതാണെന്ന്, അതെന്തോ സംഭവം മഞ്ഞൾപ്പാൽ? ആരെങ്കിലും കമൻറ്റ് ചെയ്തേക്കുന്നു. ഇപ്പോൾ അരിഷ്ടം കുടിക്കുക. അരിഷ്ടം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ കഴിക്കുന്നതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞു ബേബി കരച്ചിലായി. അങ്ങനെ കുഞ്ഞു ബേബീനെ എടുക്കാൻ പോയി. പിന്നെ കാശി ബേബിയുടെ പുറകെ ആയി. അതുകൊണ്ടിട്ട് ആ സമയം അങ്ങ് പോയി. ഇടയ്ക്ക് നിൻ്റെ ഫേസ് പാക്ക് ഇടണം. ഞാൻ പറഞ്ഞ കണക്ക് റൂമൊന്ന് തുടയ്ക്കണം. പിന്നെ ഡ്രസ്സ് കുതിർത്ത് വെച്ചത് കഴുകണം. അത് കഴുകാൻ മഴ നടന്നുകൊണ്ടിരിക്കുന്നു. മഴ ഒന്ന് കുറഞ്ഞാൽ പോയി ഇന്ന് കഴുകായിരുന്നു. കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ. പിന്നെ തൈലം ഇടണം, കുളിക്കണം. പിന്നെ ഞാൻ കുളിക്കുമ്പോൾ മറ്റേ അവിടുന്ന് തന്നെ എനിക്ക് കിട്ടിയ ഒരു ഇതുണ്ട് കേട്ടോ, സ്നാനചൂർണം എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പാക്ക് ഉണ്ട്. ആ പാക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് കുളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ശരീരം അത്യാവശ്യത്തിന് വേണ്ട രീതിയിലൊക്കെ ഞാൻ കെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാര്യം എൻ്റെ ശരീരമാണ്, അത് നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുമുണ്ട് കേട്ടോ. അത് കഷായം റെഡി. ഇത് 3 നേരമാണ്. ചിലർ പറഞ്ഞു രാത്രിയിൽ കഴിച്ചാൽ മതി, പകൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഇങ്ങനെ 3 നേരം 2 അടപ്പ് വീതം കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 എണ്ണം മിക്സ് ചെയ്തിട്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് അന്ന് തൊട്ട് കഴിക്കുന്നത്. കാശിയുടെ സമയത്ത് രാവിലെയും രാത്രിയിലും മാത്രമുള്ളായിരുന്നു, ഉച്ചയ്ക്കില്ലായിരുന്നു. പിന്നെ 2 ലേഹ്യമുണ്ട്, അത് കഴിക്കണം. നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തായി പോകുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടോണ്ടിട്ടാണ് കേട്ടോ ലെങ്തായാലും കുഴപ്പമില്ല വിചാരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കുതിർത്ത് വെച്ച തുണിയും കൂടെ അങ്ങ് കഴുകിയിട്ട് കഴിഞ്ഞാൽ പണി കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇരിക്കും, ഞാനങ്ങ് മറന്നും പോവും. കാശ് കുഞ്ഞിൻ്റെ ഉടുപ്പിനകത്ത് അങ്ങനെ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, കിടക്കല്ലേ, എന്താ അഴുക്ക് വരാൻ. പക്ഷെ കാശിയുടെ ഉടുപ്പിനകത്ത് ഇവൻ എവിടെ പോയിട്ടാണോ എന്തോ ഇത്ര അഴുക്കാക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടാത്തത്. ഒരുവിധം നിക്കറൊക്കെ, കട്ടിയുള്ള നിക്കറൊക്കെ എടുത്തിട്ട് ഞാൻ വാഷിംഗ് മെഷീനകത്ത് എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട്. പിന്നെ ഈ വൈറ്റ് കളറിലുള്ള ഡ്രസ്സുകളൊക്കെ ഉള്ളത് കാശിൽ കൂടുതലുള്ളത് ഇങ്ങനെയുള്ളതാണ്. അതൊക്കെ കഴിവാനിച്ച് അതൊക്കെ കല്ല് കഴുകില്ല എന്നുണ്ടെങ്കിൽ വൃത്തിയായില്ല. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല എന്നെ കിടന്ന് വിളിക്കാൻ ഞാൻ ഇല്ലെന്ന് പറ. ചേട്ടൻ വന്നിരിക്കുന്നു. പിന്നെന്താ പറയാ, ഇപ്പം തന്നെ ലെങ്ത് അധികം 30 മിനിറ്റോളമായി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? വലിച്ചു നീട്ടുന്നത് കമൻറ്റ് എന്തായാലും വന്നിട്ടുണ്ടാവും ഈ സമയത്തിനകം. പക്ഷേ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫുള്ള് കാണിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം കവർ ചെയ്തല്ല പറ്റത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ എടുക്കാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചാൽ വേണ്ടെന്ന് ചോദിച്ചാൽ മഴ ഉറയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയി. ഇനിയിപ്പോൾ കുളിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. കുഞ്ഞു ബേബി എണീക്കുന്നതിന് മുമ്പ് ഇത് കഴുകി തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് പോയി കുളിക്കുകയും കൂടെ ചെയ്യാം. വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടുവെള്ളവും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. പിന്നെ തൈലം തേക്കണം, അതേ ഉള്ളൂ. തുണിയൊക്കെ കഴുകി മൊത്തം നനഞ്ഞ് നിൽക്കുകയാണ്. കുഞ്ഞു ബേബി നല്ല ഉറക്കം. കാശി അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പോയി കുളിച്ചിട്ട് വരാം. ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് തൈലം ഇടണം, നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണം. അപ്പോൾ എൻ്റെ മോർണിംഗ് റുട്ടീൻ കംപ്ലീറ്റായി. ഇന്നിതാ 12:30 ഇതാണ് എൻ്റെ ഒരു രാവിലത്തെ രീതികൾ. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല, ഡ്രസ്സ് വാഷ് ചെയ്യാൻ എല്ലാ ദിവസവും കാണില്ല. ഓരോ ദിവസം ഇങ്ങനെ മാറിയൊക്കെ വരും.
പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇത് കണക്ക് ഡേ ഇൻ മൈ ലൈഫോ മോർണിംഗ് റുട്ടീനൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. എന്നെ സഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ പോയി കുളിക്കട്ടെ. ആകെ ഒരു ചൂടുവെള്ളത്തിൽ കുളി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹം മൊത്തം ഒരു ആശ്വാസം കിട്ടും, അതുകൊണ്ടിട്ടാണ്. അപ്പം ശരി, ടാറ്റാ.